ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നൊരു ഫാബ്രിക് പെയിൻ്റാണ് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെറിയ റേറ്റും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ പ്രിൻ്റ് എടുത്തതിന് ശേഷം നമ്മുടെ ബട്ടർ പേപ്പറിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പ്രിൻ്റ് ചെറുതായിട്ടായിരിക്കും ഒരു പേപ്പറിൽ കിട്ടില്ല. അപ്പോൾ 2-3 പേപ്പറിൽ എടുത്തിട്ടും ബട്ടർ പേപ്പർ അടുപ്പിച്ച് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ക്ലിയറായി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല ക്യാമറയിൽ. എനിക്ക് ഏകദേശം അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് വരക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഇതുപോലത്തെ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. 4 പെയിൻ്റാണ്. ഒന്ന് യെല്ലോ, ബ്ലൂ, ഗ്രീൻ, വൈറ്റ്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഈ യെല്ലോൻ്റെ നമ്പർ വന്ന് DS 4923. ഈ ഒരു നമ്പറാണ്. നമുക്ക് ഷോപ്പിൽ പോയിട്ട് ഈ ഒരു നമ്പർ പറഞ്ഞു കൊടുത്താൽ അവർ ആ ഒരു കളർ എടുത്ത് തരും കേട്ടോ. നമ്മളൊക്കെ ഇവിടേക്ക് അങ്ങനെയാണ്. പിന്നെ ഇതുപോലെ ഗ്രീൻ പിന്നെ ഏതായാലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇവിടെ ഗ്രീൻ 21 ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടില്ലേ. പിന്നെ വേറെ എന്തോ ഒരു കളർ ഗ്രീനാണ്. അപ്പോൾ ഇതാണ് എടുക്കൽ. പിന്നെ ഇത് ഈ ഒരു വയലറ്റ് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ നമ്പർ DS 4029. അപ്പോൾ പിന്നെ വൈറ്റ് നമുക്ക് പിന്നെ നമ്പർ ആവശ്യമില്ല. നമുക്ക് സാധാരണ ചോദിച്ചാൽ തരും. അപ്പോൾ ഒരു ബോട്ടിലിന് 25 രൂപയാണ് വരുന്നത്. ഞാൻ ഇതുപോലെ ഇങ്ങനെ ലൂസായിട്ട് ആവശ്യമുള്ള കളർ മാത്രമാണ് കേട്ടോ വാങ്ങിയെടുക്കൽ. പിന്നെ ബ്രഷ്, ഇത് ഈ ബ്ലാക്ക് കളർ വരുന്നതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ബാക്കി ഗ്രീനും അതുപോലെ പിങ്കൊക്കെ വരുന്നത് നമ്മുടെ ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതിന് കുറേ ബ്രഷൊന്നും ആവശ്യമില്ല. ഒരു പോയിൻ്റ് ബ്രഷും പിന്നെ ഒരു കുറച്ച് വണ്ണമുള്ള ബ്രഷും മതി. നമുക്ക് 2 ബ്രഷ് മതി. പിന്നെ കുറച്ച് വലിയ ഫ്ലവറൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല വണ്ണമുള്ള ബ്രഷ് വെച്ചിട്ട് ചെയ്യാം. കുറച്ച് നമ്മളെ ഫ്ലവറിൻ്റെ ഇതളൊക്കെ ചെറുതാണെങ്കിൽ കുറച്ച് നേരിയ ടൈപ്പ് ബ്രഷ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇതുപോലെ റൗണ്ട് ബ്രഷും പിന്നെ പോയിൻ്റ് ബ്രഷും ഇതേപോലെ ബ്രഷ് ആണെന്നിട്ടില്ലേ. ഈ പച്ച വരുന്നതാണ് കേട്ടോ പോയിൻ്റ് ബ്രഷ് വരുന്നിട്ടുള്ളത്. നമുക്ക് നേരെ നോക്കാം എങ്ങനെ ചെയ്യുന്നതെന്നില്ല. ഞാൻ മെറ്റീരിയലിലേക്ക് ഗോൾഡൻ കളർ കാർബൺ പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുത്തു. ഇനി ഞാൻ ഇതുപോലെ അടിയിൽ ജസ്റ്റ് ഒരു പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ ഇതിലേക്ക് ടേബിളിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഫ്രെയിം ഇട്ടിട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തെ അടിവശത്ത് പേപ്പർ വെച്ചിട്ട് നമുക്ക് വിരിച്ച് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇതുപോലത്തെ ഒരു തുണി എടുത്തിട്ടുണ്ട്. ബ്രഷ് നമുക്ക് തുടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബ്രഷ് നമ്മൾ ഒന്നാകെ അതിങ്ങനെ വെള്ളത്തിൽ മുക്കി എടുക്കുന്നില്ല. നമ്മൾ ഈ ബ്രഷ് ഈ തുണി തുടച്ചാണ് വേറെ കളർ എടുക്കുന്നത് കേട്ടോ. ഈ ബ്രഷിൽ വെള്ളമാകുന്ന സമയത്ത് നമ്മൾ ടിഷ്യൂവിന് വെച്ചില്ലാകുമ്പോൾ സ്പ്രെഡ് ആവുന്നത് അങ്ങനത്തെ പ്രശ്നം വരുന്നതുകൊണ്ട് ഞാൻ ബ്രഷിന് വെള്ളം ആക്കാറില്ല. ആദ്യം ജസ്റ്റ് തുടങ്ങുന്നതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കഴുകിയിട്ട് നന്നായിട്ട് തുടക്കും. അതിന് ശേഷം ഞാൻ പിന്നെ വെള്ളം യൂസ് ചെയ്യില്ല, കഴുകയില്ല കേട്ടോ. തുണി വെച്ച് തന്നെ തുടച്ച് കളഞ്ഞിട്ടാണ് അടുത്ത പെയിൻറ്റ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക. അടിവശത്ത് ഫുള്ളായിട്ട് വൈറ്റ് ആണിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഔട്ട്ലൈൻ അല്ല, സോറി മാറിപ്പോയി. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ ഒരതളിനും വൈറ്റ് ഫുള്ളായിട്ടൊന്ന് വൈറ്റ് ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ചിലവർ ഇങ്ങനെ വെള്ളം കൂട്ടിയിട്ടൊക്കെ ഇങ്ങനെ കൊടുക്കുന്നവർക്കുണ്ട്. ഫാബ്രിക് പെയിൻറ്റിൽ നമുക്ക് വെള്ളം കൂട്ടണ്ട കേട്ടോ. ഫുള്ളായിട്ട് നമുക്ക് അതുപോലെ തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ വൈറ്റിന് ശേഷം ഞാൻ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ പാലറ്റിൽ തന്നെ ഇങ്ങനെ ഉരച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, വൈറ്റ് അല്ലേ, പ്രശ്നമില്ല. വേണമെന്നുണ്ടെങ്കിൽ അത് കണക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് തുണിയിൽ ഉരക്കുന്നെങ്കിൽ അതുപോലെ ഉരച്ചെടുക്കാം കേട്ടോ. പെയിൻറ്റ് കളഞ്ഞെടുക്കാമെന്ന് ഉദ്ദേശിച്ചത്. അതിനുശേഷം ഇതുപോലെ വയലറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ഈ അറ്റത്തുനിന്ന് വേണം ഇതുപോലെ ഇങ്ങനെ വലിച്ച് കൊടുക്കാൻ വേണ്ടി. അറ്റത്തുനിന്ന് ഇതുപോലെ ഇങ്ങനെ എടുത്തെടുത്ത് നമുക്ക് താഴത്തേക്ക് ഇങ്ങനെ കൊടുക്കേണ്ടതാണ്. ആദ്യം തന്നെ ഫുള്ളായിട്ട് ഇടാൻ പാടില്ല കേട്ടോ. മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വരച്ച് വന്നിട്ടും താഴത്തേക്ക് എത്തുമ്പോൾ ഒരു ഏകദേശം ലൈറ്റ് ഷെയ്ഡ് ആവും കേട്ടോ. കണ്ടില്ല നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചും കൂടിയും ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഞാനൊരു 2 ലെയർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏത് ബ്ലൂ കളറും കുറച്ചും കൂടി ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. എന്തായാലും വൈറ്റിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം ബ്ലൂ അടിക്കുന്ന സമയത്തും ജസ്റ്റ് എല്ലാം ലൈറ്റ് കളറായിരിക്കും വരുന്നുണ്ടാവുക. നമുക്ക് ഡാർക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വൈറ്റ് ഇട്ടതിന് ശേഷം നമുക്കത് ഉണങ്ങിയതിന് ശേഷം വേണമെങ്കിൽ അതിൻ്റെ മീത്ത ബ്ലൂ ഇട്ട് കൊടുത്താൽ ആ ഒരു കളർ അത് കണക്ക് തന്നെ നിൽക്കും കേട്ടോ. എനിക്കിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു വൈറ്റും ബ്ലൂ ഇങ്ങനെ മിക്സ് ചെയ്ത് വരുന്ന ഒരു ഷെയ്ഡ് ആയതുകൊണ്ടാണ് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ മുകളിലേക്ക് ബ്ലൂ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ചെറിയൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ വൈറ്റ് താഴത്തുനിന്ന് മുകളിലേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് നമുക്ക് കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ ഈ ഫ്ലവറിൻ്റെ താഴ്വശത്ത്, മുകൾ വശത്തുനിന്നല്ല, താഴത്തുനിന്ന് ചെറിയൊരു ഇങ്ങനെ വൈറ്റ് ഷെയ്ഡ് വരുന്ന കണക്ക് ഉണ്ടാവില്ലേ, അത് താഴത്തുനിന്ന് ജസ്റ്റ് മുകളിലേക്കൊന്ന് വൈറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. നമുക്ക് 2-3 അതളിന് വൈറ്റ് ഇട്ടതിന് ശേഷം ബ്ലൂ കൊടുക്കുന്നെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഒരെണ്ണം ഇങ്ങനെ ചെയ്തു. അതിന് ശേഷം ഒരു 2-3 വൈറ്റ് അടിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാനിങ്ങനെ ആ ഒരു ബ്ലൂ കളർ കൊടുക്കുന്നത്. നീലത്താമരയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പിൻട്രസ്റ്റിൽ നിന്നാണ് കേട്ടോ ഇതിൻ്റെ ഫോട്ടോ ഞാൻ കണ്ടത്. പിൻട്രസ്റ്റിൽ നിന്ന് പിന്നെ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയിട്ട് ഒരു കമ്പ്യൂട്ടറിന് A4 വരുന്ന രീതിക്ക് എടുത്തു. അത് ബട്ടർ പേപ്പറിൽ 2-3 പേപ്പറിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ബട്ടർ പേപ്പറിൽ ഒരുമിച്ച് വെച്ചിട്ട് വരച്ചതിന് ശേഷമാണ് ട്രേസ് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ സെൻറ്ററിൽ നമുക്ക് യെല്ലോ കൊടുക്കാം. യെല്ലോ ഒന്നിക്കൽ നമുക്ക് യെല്ലോ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. കാരണം യെല്ലോയിൽ വൈറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലോണം കളറായിപ്പോവും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് ഇട്ടിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണക്ക് ചെയ്യാം. ആദ്യം വിചാരിച്ചും
എന്താ ജസ്റ്റ് യെല്ലോ മാത്രം കൊടുക്കാമെന്ന് വെച്ചു. പിന്നെ വെച്ചാൽ വൈറ്റും കൂടി കൊടുക്കാമെന്ന് വെച്ചിട്ടും വൈറ്റ് ഫുള്ളൊന്ന് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ഫുള്ള് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആദ്യം യെല്ലോ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം ഔട്ട്ലൈൻ കൊടുക്കട്ടെ. ഔട്ട്ലൈൻ നമുക്ക് നല്ല തടിയിൽ വേണമെങ്കിൽ കുറച്ച് കട്ടിയിൽ വേണമെങ്കിൽ കട്ടിയിൽ കൊടുക്കുക, അല്ലെങ്കിൽ നേരിയ രീതിക്ക് വേണമെങ്കിൽ നേരിയ രീതിക്ക് കൊടുക്കട്ടെ. ഞാനിപ്പോൾ കുറച്ച് കട്ടിയിലാണ് കേട്ടോ കൊടുക്കുന്നത്. ഞാൻ സാധാരണ ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെയാണ് കൊടുക്കൽ, നേരിയ രീതിക്ക് കൊടുക്കൽ കുറവാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുത്താൽ നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സൈഡിൽ ഇലക്ക് കൊടുക്കുന്ന മഞ്ഞയും പച്ചയും മിക്സ് ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. നമുക്ക് വൈറ്റ് അല്ല നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, അടിവശത്ത് ഇട്ട് കൊടുക്കുന്നത് യെല്ലോ ആണ്. അപ്പോൾ യെല്ലോ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടതിന് ശേഷമാണ് നമ്മൾ പച്ച വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ നേരത്തെ ഇത് ചെയ്തില്ലേ, നമ്മുടെ ഫ്ലവർ ചെയ്തില്ലേ, വൈറ്റ് എടുത്ത് വയലറ്റ് കൊടുക്കുന്നത് അതേ കണക്ക് തന്നെയാണ്. പിന്നെ താഴത്ത് കുറച്ചൊരു യെല്ലോ ആണെങ്കിൽ മുകളിൽ കുറച്ചൊരു ഷെയ്ഡ് കണക്ക് നിൽക്കുന്ന രീതിക്കാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ മുകൾ വശത്ത് വേണമെങ്കിൽ ഇതുപോലെ കട്ടിലിട്ടിട്ട് താഴത്തേക്ക് ഇതുപോലെ ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് വേണം കൊടുക്കാൻ വേണ്ടി. മുകളിൽ ആദ്യം ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുകളിലേക്ക് നമുക്ക് ആദ്യം ഗ്രീൻ പകുതി ഒരു ഡാർക്ക് ഗ്രീനും താഴത്തേക്ക് ഒരു യെല്ലോ അതുപോലെ ഗ്രീൻ മിക്സ് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ പകുതി വരെ നല്ല ഡാർക്ക് ഗ്രീൻ ഇട്ട് കൊടുക്കാം. പിന്നെ താഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ യെല്ലോ എവിടെയെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് യെല്ലോ എടുത്തിട്ടും ജസ്റ്റ് അതിങ്ങനെ ഫിനിഷിങ് കണക്ക് നമുക്ക് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഫിനിഷിംഗ് ഇല്ല, എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിക്കാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. ഞാൻ ഫാബ്രിക് പെയിൻറ്റ് പഠിച്ചിട്ട് കുറേ കാലമായിട്ട് ഇപ്പോൾ ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ ടച്ചൊക്കെ വിട്ട് പോയി. ഇപ്പോൾ കഴിഞ്ഞ ഓണത്തിൻ്റെ ടൈമിലായിട്ടാണ് തോന്നുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മോൾക്ക് വേണ്ടിയിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ വിഷുവിൻ്റെ ടൈമിൽ മോൾക്ക് ചെയ്യാൻ വേണ്ടി വെച്ച പാവാടയും ബ്ലൗസ് വന്നിട്ട് ബ്ലൗസ് ഞാൻ വാങ്ങിയില്ല. ഈ ഒരു വരച്ച് പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഷോപ്പിൽ പോയിട്ട് അതിന് മാച്ചായ ബ്ലൗസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പെയിൻറ്റിങ് ചെയ്യാൻ വെച്ച് ഞാനൊരു ഫെബ്രുവരി ലാസ്റ്റ് ആകുന്ന ടൈമിൽ ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് എനിക്ക് വിഷുവിൻ്റെ ഓർഡർ വരാൻ തുടങ്ങിയോണ്ട് ഞാനിതവിടെ മാറ്റി വെച്ചു കേട്ടോ. മോളതവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ കസ്റ്റമേഴ്സിൻ്റെ എല്ലാം ഓർഡേഴ്സ് എല്ലാം എടുത്തും. അപ്പോൾ ഇപ്പോൾ ഒന്ന് ഫ്രീ ആയി. അപ്പോൾ ഓണത്തിനാകുമ്പോഴത്തേക്കൊന്നും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ രണ്ടാമത് ആദ്യം എടുത്തിട്ട് ബാക്കി പെയിൻറ്റിങ് ഏകദേശം ചെയ്ത് കഴിയാനായി. എനിക്ക് ഈ ഒരു ഫ്ലവറും 2 ലീഫ് മാത്രമേ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടും അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത ലീഫ് കണക്കത്തെ വേറെ മോഡൽ ലീഫ് വന്നിട്ട് ഇത് മുകളിൽ ഞാൻ യെല്ലോ ഗ്രീനും കുറച്ച് ലൈറ്റ് ആയിട്ട് കൊടുത്തിട്ട് താഴത്ത് കുറച്ച് നല്ല ഡാർക്കിലാണ് കേട്ടോ ഗ്രീൻ വരുന്നതിൻ്റെ താഴെ ഒരു ഇത് കണ്ടില്ലേ ഇപ്പോൾ ഞാൻ കൊടുക്കുന്നില്ലേ, അത് കുറച്ച് ഡാർക്കും മുകളിൽ കുറച്ച് ലൈറ്റും ആയിട്ടാണ് ഈ ഒരു ഇത് കൊടുക്കുന്നത് കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇതും കൂടി ചെയ്തതിന് ശേഷം നമുക്കിതിന് ഔട്ട്ലൈൻ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഏകദേശം എനിക്ക് അന്ന് ചെയ്ത് കഴിഞ്ഞു. 2 ഫ്ലവറും കാര്യം മാത്രമേ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ബ്ലൗസൊക്കെ വാങ്ങി മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാൻ ടൈമില്ല, ാണ് ഞാൻ അവിടെ ബാക്ക് ചെയ്ത് വെച്ചിട്ടാം. അപ്പോൾ ഇഷ്ടമായിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ അന്നേരം അപ്ലോഡ് ആക്കാം കേട്ടോ. സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇത് പകുതി മാത്രമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലേക്ക് വേണ്ടി മാത്രമാണ്, ബാക്കിലേക്ക് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതുപോലെ ഫാബ്രിക് പെയിൻ്റെ ക്ലാസ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ക്ലാസ് ആയിട്ട് വേണമെന്നെങ്കിൽ ഇടാം. ടൈം കിട്ടുമ്പോൾ ഇടാം കേട്ടോ. ഇപ്പോൾ ഫ്രീ ആണ്, എന്തായാലും ടൈം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇട്ട് തരാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.